നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരാൾ മരിക്കുകയും അയാളുടെ ആത്മാവ് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സിസ്റ്റമായിട്ട് കറങ്ങി നടക്കുകയും ചെയ്യുന്നു എന്നൊരു അസംഷൻ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ പല ആളുകളും ചലഞ്ച് ചെയ്യാറുണ്ട്. ഏതെങ്കിലും പാരാനോർമൽ ഫിനോമിനൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ, അല്ലെങ്കിൽ സിദ്ധി ഉണ്ടെന്ന് തെളിയിച്ചാൽ 1,00,000 രൂപ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ എമൗണ്ട് ഇനാം തരാം. അപ്പോൾ സാധാരണ ആരും ഈ ചലഞ്ച് എടുത്ത് മുമ്പോട്ട് വരാറില്ല. ഇതിൻ്റെ അർത്ഥം ഈ പാരാനോർമലായിട്ടൊന്നുമില്ല എന്നല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ പാരാസൈക്കോളജി ഗവേഷണം കൊണ്ട് ആദ്യം തന്നെ വെളിവായിട്ടുള്ള ഒരു സംഗതി ഈ സൈക്കിക് ഫീൽഡ് എന്നൊന്നുണ്ട്. ഈ സൈക്കിക് ഫീൽഡ് ശരിയായാൽ മാത്രമേ ഏതെങ്കിലും ഒരു ഈ പാരാനോർമലായിട്ടുള്ള ഒരു ഫിനോമിനൻ മാനിഫെസ്റ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. നമഃ ശിവായ. പാരാസൈക്കോളജിയുടെ പ്രധാന പഠന വിഷയങ്ങൾ കപ്പാസിറ്റീസും സ്പിരിറ്റ്സിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റിയുള്ള പഠന വിഷയങ്ങളുമാണ്. കപ്പാസിറ്റീസ് എന്ന് പറഞ്ഞാൽ സിദ്ധികൾ എന്ന് മലയാളത്തിൽ പറയാം. സിദ്ധികൾ 2 തരത്തിലുണ്ട്. ഒന്ന് ESP, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. രണ്ടാമത്തേത് സൈക്കോകൈനസിസ് അല്ലെങ്കിൽ PK. ESP 3 തരത്തിലുണ്ട്: ടെലിപ്പതി, ക്ലാർവോയൻസ്, പ്രികോഗ്നിഷൻ. ടെലിപ്പതി എന്ന് പറഞ്ഞാൽ മനസ്സുകൾ തമ്മിൽ നേരിട്ട് ഇന്ദ്രിയങ്ങൾ കൂടാതെയുള്ള ആശയവിനിമയം ആണ്. ക്ലാർവോയൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യം ഇന്ദ്രിയ സഹായമില്ലാതെ അറിയുന്നതാണ് ക്ലാർവോയൻസ്. പ്രീകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഭാവി നേരിട്ട് അറിയുന്നതാണ്. ഈ സ്വപ്നങ്ങൾ വഴിയോ ഇൻഡ്യൂഷൻ വഴിയോ ചില ആളുകൾക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിയുന്നുണ്ട്. ഇതാണ് പ്രീകോഗ്നിഷൻ. കർമ്മേന്ദ്രിയങ്ങൾ കൂടാതെ മനസ്സുകൊണ്ട് നേരിട്ട് വസ്തുക്കളിൽ ചലനമോ അവസ്ഥാഭേദമോ സൃഷ്ടിക്കുന്നതാണ് സൈക്കോകൈനസിസ്. ഇത് മൈൻഡ് ഓൺ മാറ്റർ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാരാസൈക്കോളജി എന്ന പേരിൽ നടത്തപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ കൂടുതലും ഈ കപ്പാസിറ്റീസിനെ പറ്റിയാണ്. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഈ എനിക്ക് സിദ്ധിയുണ്ട് എന്ന് അവകാശപ്പെടുന്ന സിദ്ധന്മാരെ ഉപയോഗിച്ചല്ല ഈ പഠനങ്ങൾ ഭൂരിഭാഗവും നടത്തപ്പെട്ടിട്ടുള്ളത്. ഈ സാധാരണ മനുഷ്യരെ ലാബിൽ വിളിച്ചുകൊണ്ടുവന്ന് ഈ കാർഡ് ഗസ്സിങ്ങും ഡൈസ് ത്രോയിങ്ങും ഉപയോഗിച്ചുള്ള പഠനങ്ങളാണ് പാരാസൈക്കോളജിയുടെ ഭൂരിഭാഗവും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ സിദ്ധന്മാർ മാജിക് ട്രിക്സ് ഉപയോഗിച്ച് ഗവേഷകരെ കളിപ്പിക്കുന്നതാണ് പാരാസൈക്കോളജി എന്നുള്ള ഒരു അപവാദം ശരിയല്ല. ഈ വളരെ നാളുകൊണ്ടുള്ള പരീക്ഷണങ്ങളും ഇവരുടെ കപ്പാസിറ്റീസിൽ വരുന്ന മാറ്റങ്ങളും പല ഇൻഫ്ലുവൻസ് കൊണ്ട് എങ്ങനെയാണ് ഈ കപ്പാസിറ്റീസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് തുടങ്ങിയ വിഷയങ്ങളെ പറ്റിയുള്ള പഠനങ്ങളും കൊണ്ടാണ് പാരാസൈക്കോളജി ഒരു ഗവേഷണ മേഖലയായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ മരണാനന്തര ജീവിതം അല്ലെങ്കിൽ സ്പിരിറ്റ്സിൻ്റെ എക്സിസ്റ്റൻസ്, ഇതിനെപ്പറ്റിയുള്ള പഠനമാണ് പാരാസൈക്കോളജിയുടെ മറ്റൊരു വിഷയം. ആദ്യകാലത്ത് സൈക്കിക്കൽ റിസർച്ച് എന്ന പേരിൽ നടന്നിട്ടുള്ള പഠനങ്ങളിൽ ഭൂരിഭാഗവും ഈ ആത്മാക്കളെ പറ്റിയുള്ള പഠനങ്ങളായിരുന്നു. അത് SPR യുഗം അല്ലെങ്കിൽ സൊസൈറ്റി ഫോർ സൈക്കിക്കൽ റിസർച്ച് എന്ന് ഇംഗ്ലണ്ടിൽ സ്ഥാപിതമായ
ഒരു സംഘടനയുടെ ആദ്യകാല പഠനങ്ങളാണ് ഈ വിഷയത്തിൽ കൂടുതലായിട്ട് ഇന്ന് അറിയപ്പെടുന്നത്. ആയിരത്തി 1902 അതായത് ഈ സൊസൈറ്റി സ്ഥാപിതമായിട്ട് ഏതാണ്ട് 20 വർഷം കഴിഞ്ഞപ്പോഴേക്ക് FWH മയേഴ്സ് എന്ന് ഇതിൻ്റെ സ്ഥാപക ഗവേഷകരിൽ ഒരാളായ ഒരു വ്യക്തി 2 വോളിയത്തിൽ ഒരു പുസ്തകം എഴുതി, ഹ്യൂമൻ പേഴ്സണാലിറ്റി ആൻഡ് ഇറ്റ്സ് സർവൈവൽ ഓഫ് ബോഡിലി ഡെത്ത്. ആ പുസ്തകത്തിൻ്റെ കോപ്പികൾ ഇന്നും അവൈലബിളാണ്. അപ്പോൾ ഈ 2 വോളിയങ്ങളിലായിട്ട് ഈ 20 വർഷം നടന്ന പഠനങ്ങൾ ചുരുക്കി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഈ മരണാനന്തര ജീവിതമുണ്ട് എന്ന് സംശയരഹിതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മയേഴ്സ് ആ പുസ്തകത്തിൽ അവകാശപ്പെട്ടിട്ടുള്ളത്. ഇതിനെ തുടർന്നും ഗവേഷണങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഏത് രീതിയിലാണ് ഈ മരണാനന്തര ജീവിതമുള്ളതെന്നതിനെ പറ്റി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു പ്രധാന തർക്ക വിഷയം നമ്മളൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്, അതായത് നമ്മളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സംതിങ് ആണ് എന്നുള്ളതാണ് ഒരു തർക്ക വിഷയം. ഇത് ഗ്രൂപ്പ് മൈൻഡ് എന്നൊരു കൺസെപ്റ്റുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ ഒരു വൈബ്രേഷണൽ കോംപ്ലക്സ് ഈ ഒരു ഗ്രൂപ്പ് മൈൻഡിൽ ലയിക്കുകയാണെന്നും ആ ഗ്രൂപ്പ് മൈൻഡിൽ നിന്ന് വീണ്ടും പ്രൊജക്ഷൻസ് ഉണ്ടാകാമെന്നും, അപ്പം നമ്മളുടെ വൈബ്രേഷൻ പോലെയുള്ള ഒരു വൈബ്രേഷൻ വീണ്ടും ഉണ്ടാകുകയാണെങ്കിൽ, ഒരു വ്യക്തിയായി ഉണ്ടാകുകയാണെങ്കിൽ നമ്മളും അതുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകാമെന്നും ഒരു വാദഗതിയുണ്ട്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് റെസണൻസ് അനുസരിച്ച് നമ്മളെപ്പോലെ വേറൊരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ടൊരു ഓട്ടോമാറ്റിക് ഇൻ്റർ എക്സ്ചേഞ്ച് സംഭവിക്കാം, അല്ലാതെ നമ്മൾ പുനർജനിക്കുകയല്ല എന്നൊരു വാദമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല വിചിത്രമായ സിദ്ധാന്തങ്ങളും പാരാസൈക്കോളജിയിലുണ്ട്. അപ്പോൾ പാരാസൈക്കോളജി മരണാനന്തര ജീവിതത്തെ പറ്റി പഠിക്കുന്നു എന്ന് വെച്ച് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരാൾ മരിക്കുകയും അയാളുടെ ആത്മാവ് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സിസ്റ്റമായിട്ട് കറങ്ങി നടക്കുകയും ചെയ്യുന്നു എന്നൊരു അസംഷൻ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ പല ആളുകളും ചലഞ്ച് ചെയ്യാറുണ്ട്. ഏതെങ്കിലും പാരാനോർമൽ ഫിനോമിനൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ അല്ലെങ്കിൽ സിദ്ധി ഉണ്ടെന്ന് തെളിയിച്ചാൽ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ എമൗണ്ട് ഇനാം തരാം. അപ്പോൾ സാധാരണ ആരും ഈ ചലഞ്ച് എടുത്ത് മുമ്പോട്ട് വരാറില്ല. ഇതിൻ്റെ അർത്ഥം ഈ പാരാനോർമലായിട്ടൊന്നുമില്ല എന്നല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ പാരാസൈക്കോളജി ഗവേഷണം കൊണ്ട് ആദ്യം തന്നെ വെളിവായിട്ടുള്ള ഒരു സംഗതി ഈ സൈക്കിക് ഫീൽഡ് എന്നൊന്നുണ്ട്. ഈ സൈക്കിക് ഫീൽഡ് ശരിയായാൽ മാത്രമേ ഏതെങ്കിലും ഒരു ഈ പാരാനോർമലായിട്ടുള്ള ഒരു ഫിനോമിനൻ മാനിഫെസ്റ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഈ സൈക്കിക് ഫീൽഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്ക് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അവിടെ ഇരിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത, അവർ തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം കൂടെ ചേർന്നാണ് സൈക്കിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഒരു മാത്സര്യ മനോഭാവവും ഈഗോയിസ്റ്റിക് അപ്രോച്ചും ഈ സൈക്കിക് ഫീൽഡിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു മാത്സര്യ ബുദ്ധിയുള്ള ഒരു രംഗത്ത് ഇത് കാണിക്കാനായിട്ട് ആരും മുമ്പോട്ട് വരികയില്ല. കാരണം സെൻസിറ്റീവായിട്ടുള്ള ആളുകൾക്ക് ഈ സൈക്കിക് ഫീൽഡ് തിയറി അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഇത് ആരുടെ മുമ്പിൽ നടക്കുകയില്ല, ആരുടെ മുമ്പിൽ നടക്കും എന്നവർക്കൊരു ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായിരിക്കും. ഈ ഫെസിലിറ്റേഴ്സ്, ഇൻഹിബിറ്റേഴ്സ് എന്ന് 2 ടൈപ്പ് ആളുകളുണ്ട്. ഈ വളരെ ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ആളുകളും ഇതില്ല എന്ന് പ്രൂവ് ചെയ്യാൻ നടക്കുന്നവരും ഇൻഹിബിറ്റേഴ്സാണ്. അവരുടെ മുമ്പിൽ ഒരിക്കലും ഇത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയില്ല. നേരെ മറിച്ച് ഫെസിലിറ്റേഴ്സിൻ്റെ മുമ്പിലാണ്
ഇങ്ങനെയുള്ള ഫിനോമിന പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാത്സര്യ രംഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തെളിയിക്കപ്പെടുകയില്ല.